ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ തെർമോപ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് തെർമോപ്ലാസ്റ്റിക്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, ആ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് നോൺ കൺവേർട്ടബിൾ ഗ്രൂപ്പിൽ പെടുന്നതാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും, റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക്കാണ് ഇത് തെർമോപ്ലാസ്റ്റിക് എന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് തെർമോപ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ തെർമോപ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് എക്സാമ്പിൾസും അതുപോലെ ആപ്ലിക്കേഷനുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു തെർമോപ്ലാസ്റ്റിക്കിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികൾ എന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കൂ. എന്താണ് ഫസ്റ്റ് പോയിന്റ്? ഇറ്റ് മേ മെൽറ്റ് ബിഫോർ പാസിംഗ് ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ്. നമുക്കറിയാം ചില ഖരപദാർത്ഥങ്ങൾ എന്താണ്, ചൂടാക്കി കഴിഞ്ഞാൽ ദ്രാവകാവസ്ഥയിലേക്ക് എത്തുന്നതിന് മുന്നേ വാതകമായി പോകും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കർപ്പൂരമൊക്കെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ എന്താണ്, കർപ്പൂരം ഒരു ഖരാവസ്ഥയിലുള്ള സാധനമാണ് അല്ലേ. അതിനെ കത്തിച്ച് കഴിഞ്ഞാൽ നേരെ എന്താണ്, പുകയായിട്ട് പോവുക ചെയ്യുക. പുക എന്ന് പറഞ്ഞാൽ എന്താണ്, വാതകങ്ങളിൽ പെടലാണ്. പക്ഷെ നമ്മുടെ തെർമോപ്ലാസ്റ്റിക് എങ്ങനെയാണ്, അത് മെൽറ്റ് ചെയ്യും. ഗ്യാസ് വാതകം ആവുന്നതിന് മുന്നേ എന്ത് ചെയ്യും, ഒരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മെൽറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അടുത്തത് അലോ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് അല്ലേ. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നല്ലൊരു സ്ട്രെച്ചിങ് അതിന് കിട്ടും അല്ലേ. അതിനൊരു ഡിഫോർമേഷൻ എന്ന് വലിച്ചു നീട്ടാനൊക്കെ നമുക്ക് സാധിക്കും അല്ലേ. പ്ലാസ്റ്റിക്കിനൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ, അതായത് തെർമോപ്ലാസ്റ്റിക്കിനൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊരു ഡിഫോർമേഷൻ കിട്ടും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ദേ ആർ ബ്രിട്ടിൽ ആൻഡ് ഗ്ലോസി. ബ്രിട്ടിലാണ് അല്ലേ, നമ്മുടെ പ്ലാസ്റ്റിക് എന്താണ്, ബ്രിട്ടിലാണ്. ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ചോക്ലേറ്റിൻ്റെ എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കൊരു ചോക്ലേറ്റ് ഒരു ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ടുള്ളൊരു ചോക്ലേറ്റ് എന്താണ്, നല്ല ഹാർഡായിരിക്കും. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല ഹാർഡായിരിക്കും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാൻ സാധിക്കും അതിനെ. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ബ്രിട്ടിൽ എന്ന് പറയാം. ഓക്കെ, പിന്നെ നാലാമത്തെ പറയുന്നത് എന്താണ്, ദേ ആർ സോല്യൂബിൾ ഇൻ സെർട്ടൈൻ സോൾവെൻറ്റ്സ്. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല സോൾവെൻറ്റിലും ഇതെന്ത് ചെയ്യാൻ പറ്റും, ലയിപ്പിക്കാൻ പറ്റും, സോളൂബിൾ ആണ്. അത് കാരണം അത് എന്താണ്, നമ്മുടെ തെർമോപ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത്തരം ഗുണങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് ഇത് വേറെ മേഖലകളിൽ പല ഇടങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു തെർമോപ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ പറയുന്നുണ്ട് സ്വെൽ ഇൻ ദ പ്രസൻസ് ഓഫ് സെർട്ടൈൻ സോൾവെൻറ്റ്സ്. പല സോൾവെൻറ്റ്സിലും എന്ത് ചെയ്യാൻ പറ്റും, സ്വെല്ലിംഗ് പ്രോസസ്സും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഗുഡ് റെസിസ്റ്റൻസ് ടു ക്രീപ്പ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. അതിനെ എന്താണ്, നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ നമ്മുടെ തെർമോപ്ലാസ്റ്റിക്കിനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ നമുക്ക് ഒന്നുകൂടി വായിക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് തെർമോപ്ലാസ്റ്റിക്: ഇറ്റ് മേ മെൽറ്റ് ബിഫോർ പാസിംഗ് ടു എ ഗ്യാസസ് സ്റ്റേറ്റ്, അലോ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ്, ദേ ആർ ബ്രിട്ടിൽ ആൻഡ് ഗ്ലോസി, ദേ ആർ സോലുബിൾ ഇൻ സെർട്ടൈൻ സോൾവെൻറ്റ്സ്, സ്വെൽ ഇൻ ദ പ്രസൻസ് ഓഫ് സെർട്ടൈൻ സോൾവെൻറ്റ്സ്, ഗുഡ് റെസിസ്റ്റൻസ് ടു ക്രീപ്പ്. പിന്നെ നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന പല കാര്യങ്ങളാണ് നിങ്ങൾ സ്ലൈഡിൽ കാണുന്നത്. ഇതൊക്കെയാണ് നമ്മളെന്ത് തെർമോപ്ലാസ്റ്റിക് വെച്ച് നിർമ്മിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ചിത്രത്തിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് മുന്നേ ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ്, നമ്മുടെ തെർമോപ്ലാസ്റ്റിക് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോൾ തെർമോപ്ലാസ്റ്റിക്കിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം. തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഹാവ് മെനി ഫീച്ചേഴ്സ്. സം പ്രോഡക്ട്സ് മെയ്ഡ് ഫ്രം തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഫോർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എടുത്ത് പറയാം എന്തൊക്കെയാണ് തെർമോപ്ലാസ്റ്റിക്കിൻ്റെ ആപ്ലിക്കേഷൻ. ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എടുത്ത വഴിക്ക് തന്നെ പറയാൻ പറ്റും എന്താണ് നമ്മൾ ഇലക്ട്രോണിക് ആപ്ലിക്കേഷനിൽ ഒരുപാട് കാര്യം. ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതൊരു വലിയൊരു മേഖലയാണ് അല്ലേ. അതിലെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു തെർമോപ്ലാസ്റ്റിക് വെച്ചിട്ട് നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോണിക് ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കാണ് ഇത് നമ്മുടെ തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കാണ് ഇത് നമ്മുടെ തെർമോപ്ലാസ്റ്റിക്. അടുത്ത പോയിന്റ് എന്താ, അതിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്, ദേ പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജസ് ആൻഡ് റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫറൻസ്. എന്താണ് ഈ ഒരു ഇലക്ട്രോണിക് ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്, അത് റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫറൻസ് അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ഇതിനൊക്കെ പ്രതിരോധിക്കാനുള്ള, അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ നൽകാനുള്ള കഴിവാർക്കുണ്ട്, നമ്മുടെ തെർമോപ്ലാസ്റ്റിക്കിനുണ്ട്. അടുത്ത പോയിന്റ്, ഹൈ പ്രഷർ പോളിത്തീൻ ആസ് അപ്ലൈഡ് ടു റിജിഡ് മെറ്റൽ കവേർഡ് വിത്ത് ഇലക്ട്രിക്കൽ മെഷീൻസ് ട്യൂബ്സ്.
ഇലക്ട്രിക്കൽ മെഷീൻസ്, ട്യൂബ്സും കാര്യങ്ങൾ നിർമ്മിക്കുന്നതിനും നമ്മൾ ആരും ഉപയോഗിക്കും? തെർമോപ്ലാസ്റ്റിക് ഉപയോഗിക്കും. അപ്പോൾ രണ്ടാമത്തെ ആളായിട്ടോ. ആദ്യം ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ പറഞ്ഞു, ഇപ്പോൾ ഇലക്ട്രിക്കൽ മെഷീൻസ് അതുപോലെ ട്യൂബുകളും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ നമ്മൾ ആരും ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ തെർമോപ്ലാസ്റ്റിക്കിനെ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? ലോ പ്രഷർ പോളിത്തീൻ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ഇൻസുലേഷൻ ഓഫ് ഇലക്ട്രിക്കൽ കേബിൾസ് എക്സെട്ര. ഇൻസുലേഷൻ പ്രോസസ്സിന് കേബിൾസ്, ഇലക്ട്രിക് കേബിൾസ്, നമുക്ക് വീട്ടിലുള്ള വയറും കാര്യങ്ങളൊക്കെ അല്ലേ, വയറും കാര്യങ്ങളൊക്കെ ഉള്ളിലൂടെ ചെമ്പ് കമ്പിയൊക്കെ പോകുന്നുണ്ടാവുക. അത് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല അല്ലേ? ഡയറക്റ്റ് കൊടുത്താൽ എന്തായി? ഷോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ ഇൻസുലേഷൻ കൊടുക്കും. ഇൻസുലേഷൻ കൊടുക്കുന്നത് എന്തിനാണ്? നമുക്ക് ഷോക്കും കാര്യങ്ങളൊന്നും തെർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഇൻസുലേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ടും നമ്മൾ ആരെ യൂസ് ചെയ്യലുണ്ട്? ഈ തെർമോപ്ലാസ്റ്റിക്കിന് ഉപയോഗിക്കലുണ്ട്. അപ്പോൾ ഞാൻ വട്ടട്ട കാര്യങ്ങളൊക്കെ നോക്കുക. ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ, ഇലക്ട്രിക്കൽ മെഷീൻസ്, ട്യൂബ്സ്, ഇൻസുലേഷൻ ഓഫ് ഇലക്ട്രിക്കൽ കേബിൾസ്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? പോളിസ്റ്ററീൻ അപ്ലൈഡ് ഫോർ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ, ഹാൻഡിൽസ് ഓഫ് ടൂൾസ്. നമ്മൾ ഒരുപാട് ഹാൻഡിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോൾഡറിങ് ചെയ്യേണ്ട ഒരു വെൽഡിങ്, അങ്ങനെ എല്ലാ ടൂൾസിനും നമ്മുടെ ഫയലും കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഓരോ ഹാൻഡിൽ ഉണ്ടായിരിക്കും. ആ ഹാൻഡിലൊക്കെ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലുണ്ട്. കറണ്ടൊന്നും പെട്ടെന്ന് കയറാത്ത ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? പല കാര്യത്തിൻ്റെയും ഹാൻഡിൽസ് നിർമ്മിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കും. അത്തരം ഹാൻഡിൽസൊക്കെ നിർമ്മിക്കാൻ നമ്മൾ നിത്യോപയോഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലാബിലൊക്കെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന പല ടൂൾസിൻ്റെയും ഹാൻഡിൽസ് നിർമ്മിക്കുന്നത് നമ്മുടെ ഈ ഒരു തെർമോ പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ അതിൽ പറയുന്നുണ്ട് റോപ്പ്, ബെൽറ്റ്. റോപ്പ് എന്ന് പറഞ്ഞാൽ കയറ് നിർമ്മിക്കാൻ, അതുപോലെ ബെൽറ്റുകൾ നിർമ്മിക്കാനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മുടെ ഈ ഒരു തെർമോ പ്ലാസ്റ്റിക്സിനെ ഉപയോഗിക്കലുണ്ട്. പിന്നെ എന്ത് പറയുന്നുണ്ട്? ഇൻസുലേഷൻ മെറ്റീരിയൽ, പൈപ്പ്. ഇവിടെ ഒരു പൈപ്പ്, അതുപോലെ കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ചെറിയ പാത്രങ്ങൾ, അതുപോലെ പൈപ്പുകൾ, ഈ കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനും നമ്മൾ എന്തിനും ഉപയോഗിക്കും? ഈ തെർമോപ്ലാസ്റ്റിക്കിനെ ഉപയോഗിക്കും. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഏതൊക്കെയാണ് തെർമോപ്ലാസ്റ്റിക്കിൻ്റെ ആപ്ലിക്കേഷൻസ് അഥവാ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇലക്ട്രിക്കൽ മെഷീൻസിന്, ട്യൂബ്സ് ഒക്കെ നിർമ്മിക്കാൻ നമ്മൾ തെർമോപ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. ഇൻസുലേഷൻ ഓഫ് ഇലക്ട്രിക്കൽ കേബിൾസിന് ഇൻസുലേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആരോ ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ തെർമോപ്ലാസ്റ്റിക്കിനെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസുലേഷനും അതുപോലെ നമ്മുടെ ടൂൾസിൻ്റെ ഹാൻഡിൽസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ തെർമോപ്ലാസ്റ്റിക്കിനെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കയറുകൾ, ബോട്ടിൽസ്, ബെൽറ്റുകളും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് നമ്മൾ എന്താ ഉപയോഗിക്കുക? ഈ സെയിം തെർമോപ്ലാസ്റ്റിക് ഉപയോഗിക്കും. പിന്നെ നിത്യോപയോഗമായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്, ചെറിയ പൈപ്പുകൾ, ഇൻസുലേഷൻ മെറ്റീരിയൽസ്, ഇതൊക്കെ നിർമ്മിക്കാനും നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയലിനെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾസും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് തെർമോപ്ലാസ്റ്റിക്കിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഒരുപാട് പ്രോപ്പർട്ടീസുകളുള്ള ഒരു മെറ്റീരിയലാണ് പ്ലാസ്റ്റിക്. ആ പ്ലാസ്റ്റിക്കിൽ തന്നെ 2 തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടികളും അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിളുകളും അതുപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 2 ടൈപ്പ് പ്ലാസ്റ്റിക് ഉണ്ട്. തെർമോപ്ലാസ്റ്റിക്കും ഉണ്ട്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ തെർമോപ്ലാസ്റ്റിക് പഠിച്ച പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. ഇനി വരുന്ന വീഡിയോയിൽ എന്താണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്, എന്താണ് അതിൻ്റെ ഉപയോഗങ്ങൾ, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ. താങ്ക് യു.